എല്ലാവർക്കും നമസ്കാരം. PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 7ാം ക്ലാസ്സിലെ SCR ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടൊരു സയൻസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഒന്നാമത്തെ പാഠമായിരുന്നു നമ്മളതിൽ ചർച്ച ചെയ്തിരുന്നത് മണ്ണിൽ പൊന്നു വിളയിക്കാം. ഇത് രണ്ടാമത്തെ ലെസണാണ് പ്രകാശവിസ്മയങ്ങൾ. ഈ പാഠഭാഗത്തിലെ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നു. ഇത് രണ്ട് രീതിയിലുണ്ട്. ക്രമപ്രതിപതനമുണ്ട്, വിസരിത പ്രതിപതനമുണ്ട്. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടയൽ തുടങ്ങിയ വസ്തുക്കളെ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നു. ഇതിന് ക്രമപ്രതിപതനം എന്ന് പറയുന്നു, അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. അതല്ലെങ്കിൽ മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ടാണ് പ്രതിപതിക്കുന്നത്. ഇതാണ് വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനകിരണമെന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം എന്നും പറയുന്നു. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ. ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു. ഇതിന് ലംബം അഥവാ നോർമൽ എന്നാണ് പറയുന്നത്. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും നമുക്ക് പറയാം. എന്നാൽ പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന ചില ദർപ്പണങ്ങളുണ്ട്. അവയെ നമുക്ക് കോൺവെക്സ് മിറർ എന്ന് വിളിക്കാം. കോൺവെക്സ് മിറർ എന്നാൽ പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞത്, കോൺവെക്സ് ദർപ്പണം. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതായിരിക്കും. അപ്പോൾ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നത് കോൺകേവ്, പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് കോൺവെക്സ്. പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായത് സമതല ദർപ്പണം. അപ്പം 3 തരത്തിലുള്ള ദർപ്പണങ്ങളുണ്ട്. കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം. ഇനിയാണ് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ നോക്കാം. കോൺവെക്സ് ദർപ്പണം, അതിൻ്റെ ഉപയോഗം എന്താണ്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം അഥവാ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ഇതിൽ ലഭിക്കുന്നത്. അതുകൊണ്ടായിരിക്കും റിയർ വ്യൂ മിററായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യും. ഇനി കോൺകേവ് ദർപ്പണം, ഷേവിംഗ് മിറർ, ടോർച്ച് റിഫ്ലക്റ്റർ എന്നിവയായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. അപ്പോൾ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ്, ഷേവിംഗ് മിറർ, ടോർച്ച് റിഫ്ലക്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ്. കാരണം വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ് കോൺകേവ് ദർപ്പണങ്ങൾക്കാണ്. അവയ്ക്ക് പ്രകാശത്തെ സമാന്തരമായി പ്രതിപതിക്കാനുള്ള കഴിവും ഉണ്ട്. ഇനി മുഖം നോക്കാനും കാലിഡോസ്കോപ്പ് നിർമ്മിക്കാനും പെരിസ്കോപ്പ് നിർമ്മിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണങ്ങളാണ്. വസ്തുവിന് സമാനമായ പ്രതിബിംബം ഉണ്ടാക്കുന്നു, ആവർത്തന പ്രതിപതനത്തിന് ഇടയാക്കുന്നതുമൊക്കെ സമതല ദർപ്പണങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം, ഷേവിംഗ് മിറർ, ടോർച്ച് റിഫ്ലക്റ്റർ എന്നിവയായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണം. ഇത് പരീക്ഷകളിൽ മാറി മാറി ചോദിച്ചിരിക്കുന്നതാണ്. ഇനി റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെയാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. വിവിധതരം ദർപ്പണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ലെൻസുകളെക്കുറിച്ച് നോക്കാം. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്നും മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയിരിക്കുന്നവയെ കോൺകേവ് ലെൻസ് എന്നും പറയുന്നു. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. കോൺകേവ് ലെൻസ് ആണെങ്കിലോ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു.
മനുഷ്യരിലെ നേത്രവൈകല്യങ്ങൾ പരിഹരിക്കാനും ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ കോൺകേവ് ലെൻസും ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാനായി കോൺവെക്സ് ലെൻസും ഉപയോഗിക്കുന്നു. വിഷമദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നു. മയോപ്പിയ എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ മാത്രം വ്യക്തമായിട്ട് കാണാം. ദീർഘദൃഷ്ടി എന്നാൽ അകലെയുള്ള വസ്തുക്കളെ മാത്രം വ്യക്തമായിട്ട് കാണുന്നു. വിഷമദൃഷ്ടി ഒരു വസ്തുക്കളെയും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. പ്രസ്ബയോപ്പിയ പ്രായമായവർക്ക് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ എന്നറിയപ്പെടുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി കോൺവെക്സ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. അപ്പോൾ ഇത് പ്രകീർണനം കൊണ്ടാണ് സംഭവിക്കുന്നത്.